ശബരിമല യുവതീ പ്രവേശനത്തിൽ സർക്കാർ നിലപാട് തിരുത്തിയേക്കുമെന്ന സൂചന നൽകി CPIM ജനറൽ സെക്രട്ടറി MA ബേബി. സമൂഹത്തിൽ ഒഴിവാക്കാവുന്ന സംഘർഷങ്ങൾ ഒഴിവാക്കപ്പെടണം. സർക്കാർ ഉചിതമായ നിലപാടെടുക്കുമെന്നും MA ബേബി ആലപ്പുഴയിൽ പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് വലിയൊരു വിവാദം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായല്ലോ. ആ വിവാദമുണ്ടായ സാഹചര്യത്തിൽ ഇവിടെ അതെല്ലാം പരിശോധിച്ച് ഉചിതമായ ഒരു തീരുമാനമെടുക്കട്ടെ. ഒരു വിഷയവുമായി ബന്ധപ്പെട്ടും സമൂഹത്തിൽ ഒഴിവാക്കാവുന്ന സംഘർഷം ഉണ്ടാകുന്നതിന് നമ്മൾ വഴിവെച്ചുകൂടാ. പാർട്ടിയെ സംബന്ധിച്ച് എല്ലാ കാലത്തും മാറ്റങ്ങൾ ഉണ്ടാകണമെന്നുള്ള സമീപനം പാർട്ടി പിന്തുടർന്നിട്ടുണ്ട്. ഇപ്പോൾ വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒക്കെ. പക്ഷെ അതെല്ലാം സാമൂഹികമായി ബന്ധപ്പെട്ട വിഭാഗങ്ങളെയെല്ലാം ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ചെയ്യേണ്ടത്. അതാണ് പാർട്ടിയുടെ പൊതു സമീപനം. ഈ പ്രത്യേക വിഷയത്തിൽ എന്ത് വേണമെന്നുള്ളത് ഇവിടെ ചർച്ച ചെയ്ത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ അഭിപ്രായം രൂപീകരിച്ച് അറിയിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പല കാര്യങ്ങളിലും പാർട്ടിയുടെ നിലപാട് സർക്കാരിന് എടുക്കാൻ കഴിയില്ലല്ലോ എന്നായിരുന്നു മന്ത്രി V ശിവൻകുട്ടിയുടെ പ്രതികരണം. ചില വിഷയങ്ങളിലൊക്കെ തന്നെ അങ്ങനെ എടുക്കേണ്ടി വരുമല്ലോ. ഇപ്പോൾ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളിലും നമുക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് സഹായം കിട്ടേണ്ട കാര്യം എല്ലാ കാര്യങ്ങളിലും നോ എന്ന് പറയാൻ വേണ്ടി പറ്റുമോ? ചിലപ്പോൾ പാർട്ടിക്ക് അതിലൊരു നിലപാടുണ്ടായിരിക്കും. സംസ്ഥാന ഗവൺമെൻറ് തീരുമാനിക്കുന്ന എല്ലാം പാർട്ടി എടുക്കുന്ന തീരുമാനമാണ് എന്ന് പറയാൻ വേണ്ടി പറ്റുള്ളൂ. LDFന്റെ ഒരു ഗവൺമെൻറ് അല്ലേ. യുവതീ പ്രവേശനത്തിൽ സംസ്ഥാന സർക്കാർ നിലപാട് മാറ്റരുതെന്ന് കേരള പുലയർ മഹാസഭ ആവശ്യപ്പെട്ടു. പുരോഗമനാശയങ്ങളിൽ നിന്ന് പിന്തിരിയരുതെന്ന് KPMS സംസ്ഥാന ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ പ്രതികരിച്ചു. നമ്മളുടെ അഭിപ്രായം എന്ന് പറയുന്നത് ഈ ലിംഗസമത്വത്തിൻ്റെതായിട്ടുള്ള ജനാധിപത്യ സ്ത്രീ പുരുഷ സമത്വവും ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൽ നിന്ന് പുരോഗമന ആശയങ്ങളിൽ നിന്ന് സർക്കാർ പിന്തിരിയാൻ പാടില്ല എന്നതാണ് നമ്മളുടെ അഭിപ്രായം. അത് ആ അഭിപ്രായത്തിൽ ശക്തമായി നിലയുറച്ച് തന്നെ KPMS മുന്നോട്ട് പോകും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ് ബാലകൃഷ്ണൻ, സംസ്ഥാന സർക്കാർ നിലപാട് സുപ്രീം കോടതിയെ അറിയിക്കാനിരിക്കുകയാണ്. പക്ഷേ മുൻ നിലപാടാകില്ല എന്ന സൂചനകൾ ഇതിനകം തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഏറ്റവും ഒടുവിലായി CPIMലെ ജനറൽ സെക്രട്ടറി MA ബേബിയും അത്തരം സൂചന തന്നെയാണ് നൽകുന്നത്. മന്ത്രി V ശിവൻകുട്ടി നൽകുന്നതും ഏതാണ്ട് അതേ സൂചന തന്നെയാണ്. അങ്ങനെ സർക്കാർ നിലപാട് മാറ്റിയേക്കും എന്ന് തന്നെയല്ലേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന സൂചനകൾ. മാത്രമല്ല, നേരത്തെ നവോത്ഥാന സമിതിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി തന്നെ മുൻകൈയെടുത്ത് രൂപീകരിച്ച ആ സമിതിയുടെയൊക്കെ പ്രധാന ഭാഗമായിരുന്ന പുന്നല ശ്രീകുമാർ സർക്കാർ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകരുത് എന്ന നിലപാടും സ്വീകരിച്ചിരിക്കുകയാണ്. പക്ഷേ CPM ആ നിലപാട് MA ബേബിയും V ശിവൻകുട്ടിയും ഒക്കെ പറഞ്ഞ ആ നിലപാടിലേക്ക് നീങ്ങുകയാണെങ്കിൽ ഈ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട മുൻ നിലപാട് സർക്കാരിന് തിരുത്തേണ്ടി വരില്ലേ? തീർച്ചയായും ഈ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് സർക്കാർ എന്തായാലും യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള സർക്കാർ നിലപാട്, ശബരിമലയിൽ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സർക്കാർ നിലപാട് U-turn എടുക്കാൻ പോകുന്നു എന്ന് തന്നെയാണ്. കഴിഞ്ഞ ദിവസം നിയമമന്ത്രിയുടെ പ്രതികരണത്തിൽ നിന്നും അതേ സൂചനകൾ തന്നെയാണ് പുറത്തു വന്നത്. ഇന്ന് CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അടക്കം ഇതേ സൂചന തന്നെയാണ് നൽകുന്നത്. സമൂഹത്തിൽ സംഘർഷം ഉണ്ടാക്കുന്ന രീതിയിലുള്ള നടപടികൾ അത് മാറ്റാവുന്നതാണ് എന്ന സൂചനയാണ്, അത്തരമൊരു പ്രതികരണമാണ് അദ്ദേഹം നൽകിയത്. പാർട്ടി നിലപാട് പൂർണ്ണമായി സർക്കാരിന് നടപ്പാക്കാൻ കഴിയില്ലല്ലോ എന്ന നിലപാടാണ് മന്ത്രി V ശിവൻകുട്ടിയും സ്വീകരിച്ചത്. എന്തായാലും ഈ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകരുത് എന്ന് നവോത്ഥാന സമിതി നേതൃത്വത്തിലേക്ക് ഒരു ഘട്ടത്തിൽ യുവതീ പ്രവേശനത്തിൽ സർക്കാർ എടുത്ത നിലപാടിനെ പിന്തുണച്ചുകൊണ്ട് നവോത്ഥാന സമിതി രൂപീകരിക്കുമ്പോൾ അതിൽ ഏറ്റവും മുന്നിൽ നിന്ന ആളാണ് പുന്നല ശ്രീകുമാർ അടക്കമുള്ളവർ സർക്കാർ നിലപാട് മാറ്റരുത് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തിയെങ്കിലും സർക്കാരിന് നിലവിലെ സാഹചര്യത്തിൽ അതിൽ നിലപാട് മാറ്റുക എന്നുള്ളത് ഒരു നിലനിൽപ്പിന്റെ കൂടി പ്രശ്നമാണ്. പ്രത്യേകിച്ച് അടുത്തൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നു. ഒരു മൂന്നാം വട്ടം എന്നുള്ള നിലയിൽ വീണ്ടും ഒരു LDF സർക്കാരിനെ അധികാരത്തിൽ എത്തിക്കണമെന്നുള്ള നിലയിൽ സർക്കാർ ഉറച്ചു നിൽക്കുന്നു. NSSന്റെ അടക്കം പിന്തുണ സർക്കാരിന് നിരുപാധികമായ ഒരു പിന്തുണ ഇപ്പോൾ കിട്ടുന്ന ഒരു സമയമാണ്. ഒരുപക്ഷെ NSS സർക്കാർ ഒരു സംഘർഷത്തിലേക്ക് മാറിയത് ഈ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സർക്കാർ എടുത്ത നിലപാടാണ്. ആ നിലപാട് സർക്കാർ തിരിച്ചു പോകില്ല എന്ന് NSS ജനറൽ സെക്രട്ടറി അടക്കം വ്യക്തമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ NSSന്റെ പിന്തുണ സർക്കാരിന് പൂർണ്ണമായി നൽകുന്നത്. ഈ ഘട്ടത്തിൽ NSSനെയും SNDP അടക്കമുള്ള സംഘടനകളെയും തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള ഒരു നിലപാടെടുക്കാൻ ഒരുപക്ഷെ സർക്കാരിന് കഴിയില്ല. അത് രാഷ്ട്രീയ
രാഷ്ട്രീയമായി കൂടി അത്തരമൊരു സാഹചര്യത്തിൽ കൂടിയാണ് സർക്കാർ കടന്നു പോകുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-നേറ്റ LDF-നേറ്റ തിരിച്ചടിക്ക് പ്രധാന കാരണം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള അതിനുശേഷം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിക്ക് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ അതിൽ ഇടത് നേതാക്കളടക്കം പ്രതിക്കൂട്ടിൽ വന്നത് ഒരു കാരണമാണ് എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. ആ സാഹചര്യത്തിൽ കൂടി ഇനിയും ശബരിമല വിഷയത്തിൽ തൊട്ട് കളിക്കാൻ സർക്കാരിന് കഴിയില്ല. ആ ശബരിമല വിഷയത്തിൽ ഒരു തവണ പൊള്ളിയതാണ് സർക്കാർ. അതുകൊണ്ട് തന്നെ ഇനി ഈ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ നിലപാട് അറിയിക്കണം. ആ നിലപാട് അറിയിക്കുന്ന ഘട്ടത്തിൽ സർക്കാർ ഈ മുൻ നിലപാട് തിരുത്തിക്കൊണ്ട് മറ്റൊരു നിലപാട് അറിയിക്കും എന്നൊരു സൂചന തന്നെയാണ് പുറത്തു വരുന്നത്. ദിലീപ് കുമാർ. ശബരിമല യുവതീ പ്രവേശനത്തിൽ സർക്കാർ നിലപാട് തിരുത്തിയേക്കുമെന്ന സൂചന നൽകി CPM ജനറൽ സെക്രട്ടറി MA ബേബിയും മന്ത്രി V ശിവൻകുട്ടിയും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.